വെറ്ററിനറി സർവകലാശാലയ്ക്ക് താൽക്കാലിക വിസിയായി മുൻ പ്രൊഫസർ കൂടിയായ ഡോക്ടർ പി.സി. ശശീന്ദ്രനെ നിയമിച്ചു. ചുമതല നൽകിക്കൊണ്ട് രാജ്ഭവനാണ് വിജ്ഞാപനം പുറത്തിറക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, എങ്ങനെ നോക്കിക്കാണാം? ടിൻഡുവിലേക്ക് വരാം. വളരെയധികം നിർണായകമായ നടപടികളിലേക്കാണ് രാജ്ഭവൻ കടന്നിരിക്കുന്നത്. വിഷയത്തിൽ ഗുരുതരമായ നിലപാടുകൾ സ്വീകരിക്കുകയാണ് ഗവർണർ. നിലവിലിപ്പോൾ വെറ്റിനറി സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ എം.ആർ. ശശീന്ദ്രനാഥിന് സസ്പെൻഷൻ നൽകിയതിന് ശേഷമാണ് ഇപ്പോൾ പുതിയ വി സി ആയി പുതിയൊരാളെ കൂടി നിയമിക്കുന്ന ഒരു ഇത് വന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ടിൻഡു, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, വെറ്റിനറി സർവകലാശാല എം.ആർ. ശശീന്ദ്രനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്നോണം പി.സി. ശശീന്ദ്രന് പുതിയ താൽക്കാലിക ചുമതല നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട രാജ്ഭവൻ വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. എം.ആർ. ശശീന്ദ്രൻ വൈസ് ചാൻസലർ ആയിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ സിദ്ധാർത്ഥന് ക്രൂരമായ ആൾക്കൂട്ട വിചാരണയ്ക്കും അതുപോലെ തന്നെ റാഗിങ്ങിനും ഇരയാകേണ്ടി വന്നത്. ഈ സാഹചര്യത്തിലൊക്കെ എം.ആർ. ശശീന്ദ്രൻ മൗനമായിരുന്നു. ഈ മൗനവും അതുപോലെ തന്നെ മറ്റു ഡീൻ ഉൾപ്പെടെയുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഈ കാന്തനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ വിഷയങ്ങളിലൊക്കെ ഉടനീളം മൗനം പാലിച്ചു തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പെട്ടെന്നൊരു അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ആക്ഷൻ വന്നിട്ടുള്ളത്. അതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഈ എം.ആർ. ശശീന്ദ്രനെ സസ്പെൻഡ് ചെയ്തത്. അതിനെ തുടർന്ന് ഗവർണർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് അച്ഛന്റെ പ്രതികരണം ഉൾപ്പെടെ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഒരു താൽക്കാലിക വി സിയെ നിയമിച്ചുകൊണ്ട് രാജ്ഭവൻ ഉത്തരവിറക്കിയിരിക്കുന്നത്. വെറ്റിനറി സർവകലാശാലയിലെ മുൻ പ്രൊഫസർ കൂടിയായ പി.സി. ശശീന്ദ്രനാണ് നിലവിൽ ചുമതല. ഇദ്ദേഹത്തിന് എല്ലാവിധ ചുമതലകളും നൽകിയിട്ടുണ്ട്. അതായത് നിലവിൽ സർവകലാശാല പദവിയിൽ ഇരിക്കുന്ന എല്ലാവിധ ചുമതലകളും ഇദ്ദേഹത്തിൽ നിക്ഷിപ്തമാണെന്നും ഉത്തരവിൽ പറയുന്നു. അതോടൊപ്പം തന്നെ എം.ആർ. ശശീന്ദ്രനാഥിനെതിരെ ജുഡീഷ്യൽ അന്വേഷണം ഉൾപ്പെടെ ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും വെറ്ററിനറി സർവകലാശാലയിലേക്ക് എം.ആർ. ശശീന്ദ്രന് പകരം പുതിയൊരു താൽക്കാലിക വി സിയെ നിയമിച്ചുകൊണ്ടാണ് രാജ്ഭവന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഗവർണറുടെ ഭാഗത്തുനിന്നും ഉടനടി ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. വിഷ്ണു, വ്യക്തമാണ്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നടപടി കടുപ്പിക്കുകയാണ് ഗവർണർ. നിലവിൽ വെറ്റിനറി സർവകലാശാലയ്ക്ക് താൽക്കാലിക വി സിയായി മുൻ പ്രൊഫസർ കൂടിയായ ഡോക്ടർ പി.സി. ശശീന്ദ്രനെ നിയമിച്ചിരിക്കുന്നു. ചുമതല നൽകിക്കൊണ്ട് രാജ്ഭവനാണ് വിജ്ഞാപനവും പുറത്തിറക്കിയത്. ടിൻഡു ദാസാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.